ഭരിക്കുന്ന പാർട്ടി PDPക്ക് പ്രശ്നമില്ല, പഴയ ആൾക്കാർക്ക് പ്രശ്നമില്ല. തീവ്ര സ്വരക്കാരെ ഒരു മതത്തിന്റെ ചിഹ്നമായി കാണരുത്. നിങ്ങൾക്ക് ഹിന്ദുവായി കാണണമെങ്കിൽ ഗാന്ധിജിയെ ഹിന്ദുവായി കാണണം, ഗോഡ്സെ ഹിന്ദുവായി കാണരുത്. നിങ്ങൾക്ക് മുസ്ലിമായി കാണണമെങ്കിൽ അബ്ദുൽ കലാമിനെയും മൗലാന അബ്ദുൽ കലാം ആസാദിനെയും മുസ്ലിമായി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെന്റർ ഗ്രൗണ്ടിലേക്ക് നമുക്ക് എങ്ങനെ വരാം എന്നുള്ളതാണ് ഇതിന്റെ ചർച്ച. ഒന്നോ രണ്ടോ ചോദ്യത്തിന് മറുപടി ഇല്ല, ക്ഷമ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് പക്ഷെ അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ തരുന്നുണ്ട്. ഒന്ന്, പിന്നോക്കക്കാരനായ വ്യാസൻ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഈ വ്യാസൻ എന്ന് പറഞ്ഞാൽ വ്യസിക്കുന്ന ആളെന്നുള്ള അർത്ഥമേ ഉള്ളൂ, അതായത് ചമയ്ക്കുന്ന ആൾ. ഇപ്പൊ വ്യാസനാണ് മഹാഭാരതം എഴുതിയെങ്കിൽ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം നീളുന്ന പുരാണങ്ങൾ എഴുതിയെങ്കിൽ അദ്ദേഹം ഒരു 10,000-2000 വർഷമെങ്കിലും കുറഞ്ഞ ജീവിച്ചിരിക്കേണ്ടി വരും. ഇപ്പൊ സാധാരണ നിങ്ങളുടെ വീട്ടില് പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുവരുന്നു, നിങ്ങളുടെ അച്ഛന് പോസ്റ്റ്മാൻ കത്ത് കൊണ്ട് കൊടുത്തു, നിങ്ങളുടെ മുത്തച്ഛന് പോസ്റ്റ്മാൻ കത്ത് കൊണ്ട് കൊടുത്തു. പോസ്റ്റ്മാൻ കത്ത് കൊണ്ട് കൊടുത്തു എന്നേ അർത്ഥമുള്ളൂ, അതെല്ലാം ഒരു പോസ്റ്റ്മാൻ അല്ല. വ്യസിക്കുന്ന ആളാരോ അതാണ് ഈ വ്യാസൻ, അല്ലാതെ മുക്കുവ സ്ത്രീയുടെ മകനായ വ്യാസൻ എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇനി മറ്റേ അദ്ദേഹം പറഞ്ഞത് ഈ വേദങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി മാത്രമാണ് പറഞ്ഞത്. ഒന്ന്, രാഹുൽ മനസ്സിലാക്കേണ്ടത്, ഈ വേദങ്ങളുടെ കാലഘട്ടത്തിൽ പശുവിനെ കൊന്നോ ചവിട്ടിയോ എന്നുള്ളതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ഇതാരാ പറയുന്നത്? പണ്ട് മുതലേ ഞങ്ങൾക്ക് ഇത് പാടില്ലായിരുന്നു, നിങ്ങൾ അത് നോക്കൂ ഇത് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ മാത്രമാണ് ഇപ്പൊ ഝാ എഴുതിയ പുസ്തകം ദ മിത്ത് ഓഫ് എ കോളി കൗ, അതിനകത്ത് എത്രയോ ഉദാഹരണങ്ങൾ ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്ന്, മനുസ്മൃതിയിൽ നിന്ന്, പരാശര സംഹിതയിൽ നിന്ന്, ഋഗ്വേദത്തിൽ നിന്ന്, ഈ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും സംഹിതകളിൽ നിന്നും ഒരുപാട് വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ബ്രാഹ്മണൻ ഇവിടെ മാംസം കഴിച്ചിരുന്നുവെന്നും യാഗം അല്ലെ മൃഗബലി എന്ന് പറയുന്ന ഇവിടുത്തെ കൾച്ചറായിരുന്നുവെന്നും എല്ലാം അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നിങ്ങൾ സംസ്കാരവും ഭൂതകാലവും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് വന്ന് അന്ന് അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഇന്നും വേണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ തിരിച്ച് അന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെന്റിമെന്റ്സ്. ഇദ്ദേഹം വീണ്ടും സെന്റിമെന്റ്സിന്റെ കാര്യം പറയുന്നു. ഈ സെന്റിമെന്റ്സ് ഇപ്പൊ ഹിന്ദുക്കൾക്ക് തീവ്ര ഹിന്ദുക്കൾ, എന്താണ് തീവ്ര ഹിന്ദുക്കൾ? അല്ലെ നേർപ്പിച്ച ഹിന്ദു, എന്തൊരു ഹിന്ദു പോലെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പശുവിനെ കഴിക്കണ്ട, ഒന്ന് സുഹൃത്തെ നിങ്ങൾ കഴിക്കണ്ട, നിങ്ങൾക്ക് പശു ദേവനാണ്, ആയിക്കോട്ടെ ദേവനെ, നിങ്ങൾ തൊഴുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണേലും ചെയ്തോളൂ, നിങ്ങൾക്കല്ലേ കുഴപ്പം, മറ്റൊരാൾ കഴിക്കണ്ട എന്ന് പറയുന്നതിന്റെ അന്തസ്സത്തെ എന്താ? അതായത് ഇപ്പൊ നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ സഹോദരിയായിട്ട് കണ്ടോളൂ, നിങ്ങൾ ഇതേ അഭിപ്രായം തന്നെ നിങ്ങളുടെ അളിയനോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരു സെന്റിമെന്റ്സിനൊരു ഓക്കെ, അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഇനി ബീഫ് എക്സ്പോർട്ടിന്റെ കാര്യം, അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് നടത്തുന്നത് ഇപ്പൊ 1ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ബീഫ് ഉത്പാദനത്തില് നമുക്ക് 1ാം സ്ഥാനമില്ല, പക്ഷെ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ 1ാം സ്ഥാനമുണ്ട്. നമ്മുടെ ബീഫിൽ കൂടുതലും പോത്തിറച്ചിയാണ്. ആരാണ് ബീഫ് എക്സ്പോർട്ടിനെതിരെ സംസാരിച്ചത്? നരേന്ദ്രമോദി. ബീഹാർ 2014 ഇലക്ഷനൊക്കെ പറഞ്ഞു ഇവിടുന്ന് പിങ്ക് റവല്യൂഷൻ വരുന്നു, ഇവിടുന്ന് മാംസം കയറ്റുമതി ചെയ്യുന്നു, മൻമോഹൻ സിംഗ് കാണിക്കുന്നു, എന്റെ ഹൃദയം പിളരുന്നു, ഡെസ്കിലൊക്കെ ഇടിച്ചോണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ സംഭവിച്ചത്? 2 കാര്യങ്ങൾ ഞാൻ പറയാം. നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തില് അവിടെ നിന്നുള്ള ബീഫ് എക്സ്പോർട്ട് 2 ഇരട്ടിയിലധികം വർദ്ധിച്ചു. 1. നമ്പർ 2, നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഏതാണ്ട് 1.5 വർഷമായി, ഏതാണ്ട് 10 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള ബീഫ് എക്സ്പോർട്ട് 15.4% കണ്ട് വർദ്ധിച്ചു. ഇദ്ദേഹം എന്തായി പറഞ്ഞത്? എന്താണ് നിങ്ങൾ ഈ പശുവിന് വേണ്ടി വികാരം കൊള്ളുന്നത്? യഥാർത്ഥത്തിൽ പശുവിന് വേണ്ടി വികാരം കൊള്ളുന്നത് പശുവിനോടുള്ള സ്നേഹമല്ല, അതാണ് രസം. ഇത് അടിസ്ഥാനപരമായിട്ട് രാജ്യത്തെ വിഭജിക്കുക എന്നുള്ള തന്ത്രമാണ്, പശുവിനോടുള്ള സ്നേഹമല്ല. ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ പാണ്ടിലോറിയൊക്കെ വരുമ്പോൾ പട്ടി പുറകെ ഓടും, അതിനകത്ത് കയറുന്ന ഡ്രൈവ് ചെയ്തതൊന്നുമല്ല, പട്ടിയുടെ ഒരു രീതിയാണ് ഓടുന്നത്. അത് പശുവിനോട് യഥാർത്ഥത്തിൽ അവർക്ക് സ്നേഹമൊന്നുമില്ല, രാഷ്ട്രീയ നേട്ടം മാത്രമേ ഉള്ളൂ. ഇനി ഇദ്ദേഹം ഗാന്ധിജിയുടെ പോത്തിറച്ചി ആയിക്കോട്ടെ, നല്ല കാര്യം. ഈ പോത്തിന് എന്താ ജീവനില്ല. ഇപ്പൊ നിങ്ങൾ അഹിംസയെ കുറിച്ച് പറയുന്നത് കൊല്ലരുതെന്ന് പറയുന്നു. ഈ കൊല്ലൽ എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? ബാക്ടീരിയ കൊല്ലാവോ, വൈറസിനെ കൊല്ലാവോ, പുഴുവിനെ കൊല്ലാവോ, പാറ്റയെ കൊല്ലാവോ? എവിടെ തൊട്ടാണ് ഈ കൊല്ലൽ മോശമായി വരുന്നത്? എത്ര വലിപ്പമുള്ള ജീവിയായിരുന്നിട്ടാണ് വരുന്നത്? ഗാന്ധിജി സെപ്പറേറ്റ് ഇദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയം. യഥാർത്ഥത്തിൽ ഇദ്ദേഹം വലിച്ചെടുത്തോണ്ട് പോവുകയാണ്. സബ്ജക്ട് ഇവിടെ കിടക്കും, രാഹുലിന്റെ വഴി അടിച്ചോണ്ട് പോകും. അത് രാഹുൽ സ്ഥിരം ചെയ്യുന്നത്, അപ്പൊ രാഹുലിനെ മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ പോട്ടെ, ഇദ്ദേഹം പറഞ്ഞ കമ്മ്യൂണൽ അവാർഡ്, റാംസെ മക്ഡൊണാൾഡിന്റെ കമ്മ്യൂണൽ അവാർഡ് പറഞ്ഞപ്പോ ഗാന്ധിജി നിരാഹാരം കിടന്നു വെച്ചാൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഇവിടുന്ന് ഒരാൾ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. എന്താ ഗാന്ധിജി? ഞാൻ മരണം വരെ, അതായത് ദളിതർക്ക് പ്രത്യേകമായിട്ടുള്ള മണ്ഡലങ്ങളും റിസർവേഷനും കൊടുക്കാൻ പാടില്ല എന്ന് ഗാന്ധിജി പറഞ്ഞതിന് ഉന്നയിച്ച വാദം എന്താണ്? വിഭജിക്കുന്നു. എവിടെ വിഭജിക്കുന്നു? ഇത് അർഹത നിഷേധിക്കപ്പെട്ടവർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ എന്താ വിഭജനം എന്നുള്ള മറ്റൊരു ഉമ്മാക്കി എടുത്തോണ്ട് വരുന്നത്? അന്ന് അംബേദ്കറേക്ക് എല്ലാവരും പറഞ്ഞു. ഇദ്ദേഹം പോയി നിരാഹാരം കിടന്നു. ഗാന്ധി നിരാഹാരം കിടന്നപ്പോൾ ജനത മുഴുവൻ പറഞ്ഞു ഗാന്ധിജി മരിക്കുന്നു.
ഗാന്ധിജി മരിക്കുന്നു, അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കും, അംബേദ്കർ നിങ്ങൾ വലിയൊരു വില്ലനാണെന്ന് പറഞ്ഞു. അംബേദ്കർ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ തെരുവ് വിളക്കിന്റെ ഈ കാലിൽ എന്നെ തൂക്കിക്കൊന്നാൽ പോലും ഞാൻ എന്റെ ജനതയെ ഒറ്റുകൊടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.